രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നു. KPCC രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനം AICCയെ അറിയിച്ചിട്ടുമുണ്ട്. രാജിവച്ചില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അത് സാരമായി ബാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. എന്നാൽ രാജി ഉണ്ടായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇത് എങ്ങനെ എന്ത് പറഞ്ഞു പ്രതിരോധം തീർക്കും? ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായി ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക്, നിലയില്ലാക്കയത്തിലേക്കാണ് കോൺഗ്രസ് വീണിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനിലേക്ക് പോവുകയാണ്. ജിഷ്ണു, AICCയുടെ നിലപാടാണ് ഈ വിഷയത്തിൽ ഇനി നിർണായകം എന്നുള്ളത്. ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനം അറിയാൻ സാധിക്കുമോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? KPCC നേതൃത്വം രാഹുൽ രാജിവെക്കട്ടെ എന്ന തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ രാഹുൽ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം AICC നേതൃത്വം ഹൈക്കമാൻഡ് നിലപാടെടുത്തത് രാഹുലിനെതിരെ കടുത്ത നടപടി ഉണ്ടാകണം. അത് ഏത് രീതിയിലാകണം എന്നുള്ളത്, അതായത് MLA സ്ഥാനം രാജിവെക്കണമോ, ഏത് രീതിയിലാണ് മുൻപോട്ട് പോകേണ്ടത്, അത് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി കൂടിയാലോചന നടത്തി KPCC നേതൃത്വം അതിൽ ഉചിതമായ നടപടി സ്വീകരിക്കണം, തീരുമാനം കൈക്കൊള്ളണമെന്ന നിലപാടാണ് AICC നേതൃത്വം കൈക്കൊണ്ടത്. അതുകൊണ്ട് രാഹുൽ രാജിവെക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് KPCC നേതൃത്വം എത്തുമ്പോൾ രാഹുലിന് രാജിവെച്ചൊഴിയേണ്ടി വരും. അത് രാഖി ചോദിച്ചതുപോലെ എപ്പോഴുണ്ടാകും ആ രാജി എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന ചർച്ചാ വിഷയമാകും എന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായ ബോധ്യമുണ്ട്. അത് പ്രതിരോധിക്കുന്നതിന് പാർട്ടി ശരിക്കും ക്ഷീണം ചെയ്യും, അല്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം, തലവേദന ഉണ്ടാക്കും. നിലവിൽ തന്നെ രാഹുലിന്റെ വിഷയം KPCCക്കും AICCക്കും ഒരുപോലെ തലവേദനയാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത തരത്തിൽ, ഒരു പരാതി മാത്രമല്ല, അതായത് ഒരു പെൺകുട്ടി മാത്രം പരാതി ഉന്നയിക്കും ഒരു വിഷയം മാത്രത്തിലല്ല ഇപ്പോൾ AICCക്കും KPCC നേതൃത്വത്തിനും പരാതി ലഭിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള പരാതികൾ, ലൈംഗിക ആരോപണം ഉൾപ്പെടെ വിവിധ പരാതികൾ AICCക്കും KPCCക്കും മുൻപിലുണ്ട്. അതുകൊണ്ട് ഇനി മുൻപോട്ട് പരിശോധിക്കുമ്പോൾ KPCC നേതൃത്വം നിലവിൽ രാഹുൽ രാജിവെക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AICCയും ആ നിലപാട് അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് രാഹുലിനെ രക്ഷിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിന് സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. നേരത്തെ VD സതീശനും തുടരുക. യുവമോർച്ച അധ്യക്ഷൻ മനു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു പ്രസാദ്, ഒടുവിൽ ഈ ലൈംഗിക ആരോപണം നേരിടുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നു. ആ കസേരയിൽ നിന്ന് നാണം കെട്ട രാജി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. KPCC AICCയെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നിലപാട് ഇനി AICC ഒരു തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഒരു ധാർമ്മിക പ്രശ്നം ഇല്ലേ മനു? കാരണം ഒരു MLA ആണ്. MLA കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത, എന്തിന് ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കൊടും ചതിയാണ് പല പെൺകുട്ടികളോടും ഇയാൾ ചെയ്തിരിക്കുന്നത്. ഒരു വിഷയമാണ് എങ്കിൽ കോൺഗ്രസിന് അത് ന്യായീകരിച്ച് നിർത്താമായിരുന്നു. പക്ഷേ ഇത് എന്ത് തരത്തിലുള്ള രോഗമാണ് എന്ന് K മുരളീധരനെ പോലുള്ളവർ ചോദിക്കുന്നുമുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു? അല്ല, കേരളത്തിലെ യുവ സമൂഹത്തിന് മുഴുവൻ അപമാനമുണ്ടാക്കുന്ന തരത്തിലേക്കൊരു സംഭവം എന്ന നിലയിലേക്ക് ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ പെട്ടുപോവുകയോ അബദ്ധവശാൽ ചെന്നുപെടുകയോ ചെയ്ത രീതിയിലേക്കല്ല നിത്യേന എന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി നടക്കുന്ന ഈ ആരോപണങ്ങളുടെ എല്ലാം പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് രണ്ട് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം എന്നുള്ളതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കണം എന്ന് തീരുമാനിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയോ യുവമോർച്ചയോ ഈ നാട്ടിലെ പാലക്കാടിലെ ജനതയോ അല്ല. അത് രാജിവെക്കണമെന്ന് തീരുമാനിച്ചത് അദ്ദേഹത്തിന് തന്നെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തതിന്റെ കാരണം ഈ കാര്യങ്ങളിലെല്ലാം അവർക്കെന്തെങ്കിലും അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് അവർ തീരുമാനിച്ച ഒരാൾ പിന്നീട് പാലക്കാട് MLA ആയി തുടരുന്നതിന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MLA ധാർമ്മികമായി രാജിവെച്ചു, ഞാൻ രാജിവെക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് അഭിമാനകരമായി വന്ന മാധ്യമങ്ങളുടെ മുന്നിൽ ജാള്യതയില്ലാതെ പറഞ്ഞതെന്ന് ഞങ്ങളെല്ലാം കണ്ടതാണ്. എന്നാൽ ആ അഭിമാനവും ആ ജാള്യതയില്ലാതെ എന്നും വിളിച്ചു പറയുന്ന മനോഭാവവും എന്തുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കൊണ്ടുവന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇത് അന്വേഷണം നേരിടാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല.
MLA എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ നിയമ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജുകളെ ഇത്തരം അന്വേഷണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു വിടാൻ അദ്ദേഹം ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ട് VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇന്നും ഇന്നലെയും എന്നല്ല, നിത്യേന എന്നോണം നിരവധി പരാതികൾ എല്ലാ ദിവസവും അവരുടെ കൺമുന്നിലും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അവർ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ദീനുകളിൽ കുടിപ്പകകളും ഇത്തരം സംഭവങ്ങളും നിത്യേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മൾ കാണുന്നത്, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഷാഫിക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ, ഷാഫിക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ എന്നുകൂടി ഭയപ്പെടുത്തുന്നതാണ് കേരളീയ യുവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ തുടക്കം മുതൽ ആവർത്തിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ച് യൂത്ത് കോൺഗ്രസുകാർക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞൊരാൾ പിന്നെ പാലക്കാട്ടിലെ MLA ആയി തുടരുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും കണ്ടുപോയ ഏതെങ്കിലും ഒരു ആരോപണങ്ങളുടെ ഭാഗമെന്നോണമല്ല ഇതിനെ കാണേണ്ടത്. ഒന്നൊന്നല്ല, രണ്ടെന്നല്ല, മൂന്നൊന്നല്ല, 3 ഡസനോളം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. എല്ലാം തെറ്റാണ് എന്ന് പറയാൻ മാത്രം ഉള്ള മലയാളികളുടെ സാക്ഷരതയെ, മലയാളികളുടെ പൊതു മനസാക്ഷിയും ഒക്കെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് പുറത്തു വന്ന് പറയുന്ന പല നേതാക്കൾക്കും ആത്മാർത്ഥമായൊരു സമീപനം ഇതിലുണ്ടോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. VD സതീശൻ മൗനം വെടിയണം. ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ പാലക്കാട്ടെ രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന MLA ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുക്കണം, എനിക്കെതിരെ ആരോപണം കൊണ്ടുവന്നു എന്ന നിലയിലൊക്കെയാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളെ കുറിച്ച് എനിക്കും പറയാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. പക്ഷേ ഒരു ഇടപെടൽ ഉണ്ടാവുകയും അദ്ദേഹത്തെ കാണരുതെന്ന് പാർട്ടി വിലക്കുകയൊക്കെ ചെയ്തു എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നതും മാധ്യമങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇതൊന്നും പാലക്കാട്ടെ ജനതയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ ജയിപ്പിച്ചത് MLA ആണ്, അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടാണ്. എന്നാൽ പാലക്കാട് പോലും പോകാൻ പറ്റാത്ത, പാലക്കാട്ടുകാരനല്ലാത്ത, പാലക്കാട് സ്പർശിക്കാൻ പറ്റാത്ത, ഒരു പൊതുപരിപാടികളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിയ ഒരാളെ പിന്നെ പാലക്കാട്ടുകാർ ചുമക്കണമെന്നുള്ള നിർബന്ധം പാലക്കാട്ടുകാർക്കില്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായി രാജിവെക്കുന്ന ഏത് നിമിഷവും കോൺഗ്രസുകാരെ സംബന്ധിച്ച് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെന്ന് മാത്രമല്ല, കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ച, കൂട്ടായ ഒരു ശ്രമത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, കേരളീയ പൊതു മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ VD സതീശനും ഷാഫി പറമ്പിലും ഇതിന് ഉത്തരം പറയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. എന്റെ അച്ഛന് തുല്യം, പിതൃതുല്യമായി കാണുന്ന ഒരാളെടുത്ത് പരാതി പറഞ്ഞപ്പോൾ പിതൃതുല്യമായ എന്താണോ ഒരാൾ ചെയ്തത് അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഗർഭചിത്രം നടത്തുന്നത് പിതൃതുല്യമായ ഒരാളുടെ ഒരു തീരുമാനമായി മാറുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചാറ്റുകളെ കുറിച്ചോ മെസ്സേജുകളെ കുറിച്ചല്ല ഇപ്പോഴത്തെ ചർച്ച. തന്റെ ഇഷ്ടപ്രകാരം തന്നോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു സാധു പെൺകുട്ടിയെ തന്റെ അഭിരുചികൾക്കും ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചതിനു ശേഷം തനിക്ക് ബാധ്യതയാകുമെന്ന് പറയുമ്പോൾ അവളോട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ പറയുന്നു. നിയമപരമായി കേസെടുക്കേണ്ട സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇവിടത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് കേസെടുത്തിട്ടില്ല എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കണം. ഇതിന്റെ അനുപ്രസാദ്, അങ്ങനെ കേസെടുക്കാൻ നിന്നാൽ ആദ്യം അവരുടെ MLA-ക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് തുടരും. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ CPM-ന് ധാർമ്മികമായി പറയാൻ അവകാശമുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പ്രതിദാനം ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊന്നല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഏതെങ്കിലും ഒരു കേസിൽ ഒരു യുവാവ് വളർന്നു വരുമ്പോൾ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു ക്രമക്കേട് പ്രശ്നമായി മാത്രം ഇതിനെ കണ്ടുമാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് സത്യസന്ധമായ, വസ്തുതാപരമായ, ഒരിക്കലും മറച്ചു പിടിക്കാൻ പറ്റാത്ത, തുടരെ വന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും അവസാനിക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ കഥയായി ഇത് മാറിയിരിക്കുകയാണ്.